ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ വീഡിയോ മീൻസ് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല. ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോവുകയാണ് ഗൈസ്. അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ തവണയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സൺഡേ ഞായറാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ. ഞായറാഴ്ച രാവിലെ ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ട്, 2-3 ദിവസം മുമ്പേ മുതലേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നമുക്കൊന്ന് പോകണം. 2-3 ദിവസമല്ല, ഒരു മാസം കൊണ്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഒഴിവുകളൊക്കെ വന്ന് പോകാൻ പറ്റാതിരുന്നിട്ട് വീണ്ടും പോവാണ് കേട്ടോ ഞങ്ങളപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 5-5:45-6 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങളൊരു ദീപാരാധന സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വെറുതെ വീട്ടിലിരുന്ന് സമയം കളഞ്ഞതാണേ. ഇതോ ആണ് അമ്പലം? ഓടിയെന്ന് വീട് ഓക്കെ. പൊട്ടെടുക്കണം. കാച്ചിക്ക് പൊട്ടുണ്ടല്ലോ, അതെടുത്തോ. അത് കാച്ചിയുടെ പൊട്ടെടുത്തോ. നോക്ക്, ഫോണിൽ നോക്ക്. കാച്ചിയുടെ പൊട്ടെടുത്തോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ എന്തോ നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കേട്ട് നോക്ക് എന്താണെന്ന്. എന്തല്ലോ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ ഓക്കെ. ഓക്കെ, എന്ത് ഭംഗിയല്ലേ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇത് തോടും പുഴയൊന്നും അല്ല കേട്ടോ, വയലാണ്. വയലിൽ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുവാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ സാധാരണ വെള്ളം കയറാറുള്ള സ്ഥലമാണെന്ന് ഏട്ടൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇതാണ്ട് അമ്പലത്തിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പം ഏകദേശം വന്നിട്ടുള്ളവർക്കൊക്കെ ഏകദേശം മനസ്സിലാവും. ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഏത് അമ്പലമാണുള്ളത്. ഞങ്ങൾ അതേതാ എത്തിയിട്ടുണ്ട്, അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞത്. എന്തോ നിയോഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതുപോലാണ് ഞാനിവിടെ ഒട്ടും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് കേട്ടോ. ലൈഫിൽ എല്ലാം അങ്ങനെയാണ്, എല്ലാം നമുക്ക് അങ്ങനെയാണ് നടക്കുന്നത്. ശരിക്കും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല അധികം മീൻസ് വളരെയധികം തിരക്ക് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ കണ്ടല്ലേ, അധികം വണ്ടിയോ തിരക്കോ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ ആ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏട്ടാ. ഇതാ അമ്പലം കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഞങ്ങൾ ലൈഫിൽ എൻ്റെയും ഏട്ടൻ്റെയും ലൈഫിൽ ജേണി തുടങ്ങുന്നത് തന്നെ ഒരു പാർത്ഥസാരഥിയുടെ മുമ്പിൽ തന്നെയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നതും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും ആ ഒരു കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വിചാരിക്കുന്നുണ്ടെന്നല്ല, ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് എത്ര കഷ്ടപ്പാടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തന്നെ ആണ് കേട്ടോ വിശ്വാസം. ഇവിടെ ആറന്മുള വള്ളസദ്യയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. എത്രയോ ദിവസം, ഇപ്പം ഞങ്ങൾ പോകുന്നതിന് ഒരാഴ്ച മുമ്പേ ആരംഭിച്ചിട്ടില്ല. പക്ഷേ പിള്ളേരെ കൊണ്ട് പോകുമ്പോഴും ഒരുപാട് ഒത്തിരി നേരം നമുക്കിങ്ങനെ തൊഴുത്തോടെ നിൽക്കാം. എനിക്കാണെങ്കിൽ തൊഴുത്തിട്ട് ഇങ്ങനെ മതി വരുന്നില്ല. വീണ്ടും പോകണം എന്ന് ഇങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നാലും പോവായിരുന്നു, തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും പിള്ളേരെ കൂടെ ശ്രദ്ധിക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഇറങ്ങി പോകുന്നു കേട്ടോ. ദീപാരാധന സമയമായിരുന്നു. ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു അവിടെ അമ്പലത്തിൽ. അമ്പലത്തിൻ്റെ പുറത്തായിട്ട് വേറെയും കുറേ അമ്പലങ്ങളും ഉപപ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഞങ്ങൾ ഈ താഴെയൊന്നും ഞങ്ങൾ ഇപ്രാവശ്യം ഇറങ്ങിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആദ്യമേ വന്നപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് നിന്നിങ്ങനെ തൊഴുതിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഇതൊക്കെ അമ്പലക്കുളത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നു, പക്ഷേ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റത്തില്ല. മോളാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മഴ പെയ്തിട്ട് നല്ല വെള്ളവും തെന്നലും ഒക്കെ ഉണ്ടോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ തിരികെ ഇറങ്ങിപ്പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിന് ചുറ്റും അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ കുറേ നേരം ഗ്യാപ്പിൽ അവൾ ആ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ, ചാടിയിട്ട്. ഞാൻ പിന്നെ അവളെ
വിളിച്ചുകൊണ്ട് പിന്നെ പോയി. ഞങ്ങൾ പിന്നെ എവിടെ കണ്ണാടി കണ്ടാലും ഇത് തന്നെയാണല്ലോ. അത് ആ ഒരു മുട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ പോയിട്ട് ഒന്ന് നോക്കി നോക്കിയിട്ട്. അവൾ പോയി നിന്നിട്ട് ഒരു തട്ടും കിട്ടിയിട്ടുണ്ട് താടിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ കണ്ണാടി കിട്ടിയാലും ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത്. ചന്ദനം ഇടാനുള്ള കണ്ണാടിയാണേ. അതിന് മുമ്പിൽ ആദ്യത്തെ തവണ ഒന്ന് കണ്ണാടി മുമ്പിൽ പോയതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞില്ലേ താമരയൊക്കെ നിൽക്കുന്നെന്ന്. അതാണ് കേട്ടോ, താമരയൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കുറേ നേരം നിന്ന് അവൾ ഒരു താമര മുട്ടി കൈ വീഴ്ചതും ആരോ എവിടുന്നോ ഒന്ന് വന്നിട്ടോ, അമ്പലം ഭാരവാഹിയാന്ന് തോന്നുന്നു, വന്നിട്ട് തുടരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനു മുമ്പേ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു തുടരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ദീപാരാധനയുടെ സമയം കഴിഞ്ഞാണ് വിളക്കൊക്കെ തെളിയിച്ചിട്ടോ, എല്ലാവരും ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ എല്ലായിടത്തും. അമ്പലത്തിൻ്റെ ഫുള്ള് ദൃശ്യം കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു നോക്കിക്കോ കേട്ടോ. എന്തോ എങ്ങനെയോ നമ്മളിവിടെ എത്തിപ്പെട്ടതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ അപ്പൂപ്പൻ മീൻസ് അച്ഛൻ്റെ സ്ഥലമാണ് കേട്ടോ. പക്ഷേ എന്നിട്ട് അച്ഛന് പോലും ഞാൻ മുഖേനയാണ് അച്ഛന് പോലും ഇവിടെ വന്ന് തൊഴാനുള്ള ഭാഗ്യം കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലാതെ അച്ഛനൊന്നും ഇങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ല. വരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല. ഞങ്ങൾ പോരുന്ന സമയത്ത് ഒന്നുകൂടെ കയറിയതാണ് കേട്ടോ വീണ്ടും കണ്ണാടിക്ക് മുമ്പിൽ. അപ്പം ഞങ്ങളവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് പോരുന്ന വഴി ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ഇറങ്ങിയപ്പം അവിടെ ഒരു ലോട്ടറി കച്ചവടക്കാരനൊക്കെ ഉണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു ഗണപതിയുടെ അമ്പലമുണ്ട്, അവിടെ പോയിട്ട് അവിടെ ഉണ്ണിയപ്പം കിട്ടും, 7:20 ഉണ്ണിയപ്പം കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ അതേപോലെ തന്നെ നേരെ തിരിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. ഒരിക്കലും വരില്ല എന്ന് വരുത്തിയുടെ അടുത്താണ് കേട്ടോ നിയോഗം കൊണ്ട് എത്തിച്ചേരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അതേ നിയോഗം ഇനി ഉണ്ടാവട്ടെ, ഇനിയും വരാൻ സാധിക്കണമെന്ന് പ്രാർത്ഥനയോടെയാണ് കേട്ടോ ഞാൻ ഇറങ്ങുന്നത്. പിന്നെ എവിടെ ചെന്നാലും നമ്മൾ ആനയ്ക്കും കുതിരയ്ക്കും ചാടുമല്ലോ, അതുപോലെ ഒരു തത്തമ്മയും ഒരു ആനക്കുട്ടിയും ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ മക്കൾ രണ്ടുപേരുടെ. പിന്നെ ഞങ്ങൾ ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയിട്ടോ, ശരിക്കും മറന്നുപോയതാണ് ഗൈസ്. ഞങ്ങൾ അവിടെ അമ്പലത്തിൽ പോയി ഗണപതിയുടെ മുമ്പിൽ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ആദ്യമായിട്ടാണ് അന്ന് വന്നെങ്കിലും ആദ്യമായിട്ട് ഗണപതി അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഗണപതിയെയും കാണാൻ പറ്റി, ഗണപതിയുടെ ഉണ്ണിയപ്പവും കിട്ടി. അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കൂടുതലായിട്ടൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അന്നെടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അടുത്ത